പോകരുതെന്ന് പറഞ്ഞല്ലോ. ഓണപ്പരീക്ഷ അല്ല, വല്ലതും പോയിരുന്നു പഠിക്കാൻ. അന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി ഇച്ചിരി നേരം കളിച്ചിട്ട് വന്നത് പഠിച്ചോണം. എന്നാ ചെല്ലി. എന്റെ ദൈവമേ, ഇങ്ങനൊരു സാധനം. എന്താടാ കളിക്കാൻ പോയിട്ട് ഇങ്ങ് ഓടി പോരുന്നേ? ആരൊക്കെയാടാ നിന്നെ പെരുമാറിയത്? ഒരു 10-16 പേരുണ്ടായിരുന്നു, എണ്ണാൻ പറ്റിയില്ല. എന്നാലും ഇടിച്ചവനെ നിനക്കറിയാവോ? എങ്ങനെ അറിയാം? അവന്റെ ചെവി എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. എന്റെ ദൈവമേ, ഇവൻ എന്നെ നാട്ടുകാരെ കൊണ്ട് കൈ വെപ്പിക്കുന്നതോ? ഒന്നാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാമചന്ദ്രൻ വീട്ടിൽ കളിക്കാൻ പോരും. അവർ ഏഷണിയാണ്, കുശുമ്പാണ്, ഏഷണിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ അങ്ങോട്ട് പോയത്? അപ്പച്ചനെ കുറിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു അപ്പച്ചനെ കുറിച്ച്? പറയണേ, അപ്പച്ചനെ പറ്റി പറയണേ. ആ പട്ടി കണ്ണു കുത്തിപ്പൊടിച്ചോളെന്നൊക്കെ പറഞ്ഞു. എടാ പോയി കളിടാ. ഞാൻ ഇവിടെ കളിച്ചോളാം. എടാ പോയി പഠിക്കാനാ. പോടാ. അങ്ങനെ മിടുക്കൻ ഒരു പടി പോയോ. ഇങ്ങനെ ഒരു സാധനം ഒന്നേ ഉണക്കില്ല, ഞാൻ ഭൂലോകം ഇളക്കുമല്ലേ. എൻ്റെ മോക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് കാലം കുറയായി. ആ ബ്രോക്കറെ കാണാനുമില്ല, നോ ഫലം. പട്ടിയുണ്ടോ? ഉണ്ടെങ്കി ഇപ്പൊ എന്നാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്ന്. വരുവാ. ആരാ? ഞാനാ ബ്രോ. ബ്രായോ? ബ്രായല്ല ബ്രോ. ബ്രായാണെങ്കിലും ബ്രോ ആണെങ്കിലും കേറി വാ. ഞാനാ ബ്രോ. ബ്രോ, ഇവിടെ തന്നോട് എൻ്റെ മോക്കൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പയ്യനെവിടെ? അവൻ വാതുക്കെ നിൽക്കുമല്ലേ. അതെന്നെ പയ്യൻ വാതുക്കെ തന്നെ നിൽക്കുന്നേ? അവൻ പ്രൈവറ്റ് ബസ്സിലെ കിളി, ആളാ വാതുക്കെ നിൽക്കുന്നത്. ഓഹോ, എന്നാ ഡബിൾ ബെല്ലടിച്ച് കേറ്റി വിട്, പയ്യനെ ഒന്ന് കാണട്ടെ. മോനെ ഊഷ്മാണ്ടാ. ഇതന്നെ ഒരു കൂളിംഗ് ക്ലാസ് നടന്നു വരുന്നേ. ഇവിടെ ആരും ഇല്ല. ഒരു കൂളിംഗ് ക്ലാസ് പെണ്ണിന്റെ അച്ഛൻ. അച്ഛനാണല്ലേ? മോനാണല്ലേ? അതെ. പവർ കട്ടു നേരത്തു പെറ്റതാണോ നിന്നെ? കരിയോലി മുങ്ങി കുളിച്ചതാണോ? ഒരറിവില്ല. ചേട്ടാ, ഹനുമാന്റെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കും. ഹനുമാന്റെ ഫോട്ടോ ഇതാ, പെണ്ണിന്റെ അച്ഛന്റെ ഫോട്ടോ ഇരിക്കുന്നത്. പയ്യനിപ്പോ എന്തോ പറഞ്ഞല്ലോ. പയ്യൻ പറയുമായിരുന്നു ഈ ഫോട്ടോ അങ്ങ് അടിപൊളിയാന്ന് പറയുമായിരുന്നു. ആണല്ലേ? അതെ, ഞാൻ ആർമിയിലായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ. എന്നാ? ഞാനേ അങ്ങ് ആർമിയിലായിരുന്നപ്പോ എടുത്ത ഫോട്ടോയാ. പിന്നെ ഞങ്ങൾ 7 മീൻ എടുക്കാഞ്ഞേ. പയ്യനെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളെ സംസാരിക്കരുത്, മനസ്സിലായോ? ഇവിടെ വരാനാ. വരത്തില്ല. ഇവിടെ വരാൻ വരത്തില്ല. വരച്ച വര വരാൻ വരച്ചു കണ്ടോ? ചെറുക്കൻ വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പെണ്ണിനെ കൂടെ കൊണ്ട് വിളിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങ് പോകാമായിരുന്നു. ഓക്കെ. മോളെ ഒന്നെങ്കി വന്നേ. ഞാൻ വരുവാ. നിന്നെ പെണ്ണുകാണാൻ ഒരു ചെറുക്കൻ വന്നിരിക്കും, ഇങ്ങോട്ട് വാ. ഞാൻ വരുവാ. അച്ഛൻ എന്നെ വിളിച്ചോ? വിളിച്ചു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തെ രമേശിന്റെ കൂടെ അല്ല, രമേശ് ചേച്ചിയുടെ പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛൻ വിളിച്ചത്. ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. നിന്നെ പെണ്ണ് കാണാൻ ചെറുക്കൻ മതി, നോക്കിയേ. ചെറുക്കനോ? ഇത് അങ്ങോട്ട് നോക്ക്, കണ്ണൂർന്ന് നോക്ക്, കാണാം. അയ്യോ അച്ഛൻ, എനിക്ക് കാണാൻ പറ്റണില്ല. നോക്കാൻ സൂക്ഷിച്ച്. എനിക്ക് കാണാൻ പറ്റണില്ല. നീ ഒന്ന് ചിരിച്ചു കാണിക്ക, നിന്നെ കാണത്തില്ലെന്ന്. ചിരിക്കണോ? എന്റെ ദൈവമേ, ത്രയംബകം ബില്ലടിക്കാൻ വന്ന അർജുനനെ പോലുള്ള ഇയാൾ എനിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി. ദൈവമേ, ഓളത്ത് കയറി കളിക്കുന്നു, കൊന്നുകളും തന്നെ ഞാൻ കേട്ടോ. അഹങ്കാരി ബ്രോക്കർ. ഈ പയ്യൻ എന്തോ ഇപ്പൊ കാണിച്ചേ? അതെ, പയ്യനെ പണ്ട് ബാല ട്രൂപ്പിലായിരുന്നു. എന്ത് കാണിച്ചാലും ഉദാഹരണ സഹിതേ കാണിക്കത്തുള്ളൂ. അല്ല, ഇപ്പൊ എന്തുവാ കാണിച്ചത്? ഇപ്പോഴേ അവൻ അർജുനന്റെ വില്ല് കൊലച്ചതാ. ആണല്ലേ? എന്റെ മോൾ അങ്ങ് പേടിച്ചു പോയി. അയ്യോ, പേടിച്ചു പോകാൻ അവളങ്ങ് കൊച്ചു കുട്ടിയല്ലേ. ഒരു കാര്യം, ചെറുക്കനും പെണ്ണും വന്ന സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും. പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം. നമുക്ക് അകത്ത് വേവിലോ കോഴിയോ താറാവോ മട്ടണോ ചിക്കനോ കഴിക്കാം. അപ്പൊ അകത്തോട്ട് പോകാം. ചെടുത്തിയേ മോളെ, ചെറുക്കാ ഇങ്ങോട്ട് വന്നേ. രണ്ടുപേരും അങ്ങോട്ട് സംസാരിക്കാം. അങ്ങോട്ട് സംസാരിക്കും. അവരുണ്ട് സംസാരിക്കും. താനത്തിന് ഇവിടെ ഞാൻ വേണ്ടല്ലേ? നിങ്ങൾ സംസാരിക്കാം. പെണ്ണേ,
അയ്യോ എന്നതാ വിളിച്ചേ? പെണ്ണ് എന്നോ? പെണ്ണിന്റെ പേരെന്താ? എന്റെ പേര് ആനിന്നോ? ആണിയോ? ആണിയല്ല, ആനി. അയ്യോ ഇതിന് ആനപ്പാപ്പാനായിരുന്നു. കുറച്ചാൾ അങ്ങനെയും പോയി. ശ്ശോ, ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഞാന് എന്തോ? ലേശം കൂടി ചേർന്ന് നിൽക്കാവോ? അയ്യോ എന്തിനാ? സ്വല്പം കൂടി നീങ്ങി നിൽക്കാവോ? ശ്ശോ, എന്തിനാ? ഓ ഇങ്ങോട്ട് വന്നേ. ശ്ശോ, എന്തിനാന്ന് പറ. ഓ ഇങ്ങോട്ട് വാ. അങ്ങനെ വരഞ്ഞിങ്ങോട്ട് എനിക്ക് ഭയങ്കര പേടിയാ. പിന്നെ അനി എന്തോ? അനി എത്ര വരെ പഠിച്ചു? ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചു. ഈ ഒരുപാട് പഠിച്ചല്ലോ. പിന്നെ ഞാൻ തുറന്ന് പഠിക്കാഞ്ഞേ? തുറന്നോ? അപ്പൊ തുടർന്ന് പഠിക്കാഞ്ഞേ? അയ്യോ കരപ്പനായിരുന്നു. എവിടെ? കാലില്. കാണിച്ച കാണിച്ചേ. ലേശം കൂടി കാണട്ടെ. സ്വല്പം കൂടി കാണട്ടെ. ലേശം കൂടി അങ്ങോട്ട് കാണിക്ക്. അവിടെ വന്നപ്പോ എന്റെ കരപ്പൻ അങ്ങ് പോയി. നന്നായി. അപ്പൊ ഞാൻ എന്തോ? ലേശം കൂടി ഇങ്ങോട്ട് ചേർന്നിപ്പോ. ശ്ശോ, എന്തിനാ? ഇങ്ങോട്ട് നീങ്ങി നിന്നേ. ശ്ശോ, എന്തിനാന്ന് പറ. ഒരു കാര്യം പറയാനാ. ശ്ശോ, എന്തിനാന്ന് പറ. ഓ ഇങ്ങോട്ട് വാ. അങ്ങനൊന്നും പറഞ്ഞു കേട്ടോ. ഞങ്ങളുടെ അമ്മ എന്നെ വഴക്കുറഞ്ഞു. എനിക്ക് ഭയങ്കര ചമ്മലാ. അപ്പൊ എന്തോ? ഞാനൊരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയുമോ? ഇല്ല. പറയത്തില്ലല്ലോ. പറയത്തില്ല. പറയട്ടെ. പറഞ്ഞോ. പിന്നെ ഞാനൊന്ന് സൊട്ടോട്ടെ. അയ്യോ എന്നതാ ചോദിച്ചേ? ഞാനൊന്ന് സൊട്ടോട്ടെ. തൊട്ടോ? തൊടാനോ? തൊടട്ടെ. അച്ഛനും അമ്മ വരുന്നതിനപ്പോ വേഗം തൊട. തൊടും. തൊടാനല്ലേ തൊടാൻ പോവാണേ. തൊട്ടോ? തൊടട്ടെ. തൊട്ടോ? ഇത് ഞാൻ വലിയ ഫോഞ്ചാണോ? ഫോഞ്ചല്ല, ഇസ്പോഞ്ച്. ചെറുക്ക. എന്നെ ചെറുക്കി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പെട്ടെന്ന് ചോദിക്കേ. ചോദിക്കട്ടെ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് ചോദിക്കേ. ഞാനൊന്ന് തൊട്ടോട്ടെ? അയ്യോ ഇതെന്നെ ചോദ്യമാണ്. തൊടുക, കെട്ടിപ്പിടിക്കുക, എന്ത് വേണം ചെയ്തോ. പക്ഷെ ഉമ്മ മാത്രം വെക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ തൊടും. തൊട്. ഞാൻ തൊടാൻ പോവാ. പെട്ടെന്ന് ഞാൻ തൊടും. തൊട്. ഞാൻ ഇപ്പൊ തൊടും. അയ്യോ ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല. തൊട്ടില്ലേ? തൊട്ടില്ല. എന്റെ ദൈവം തൊടുവാറിന് എന്തായി തീർന്നേനെ. എന്തോ? ലേശം ഇങ്ങോട്ട് നീങ്ങി. അയ്യോ എന്തിനാ? സ്വല്പം ഇങ്ങോട്ട് നീങ്ങി. എന്തിനാന്ന് പറ. കാര്യം പറയട്ടെ. എന്തിനാന്ന് പറ. ഇങ്ങോട്ട് വാ. അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് മാറി. ഇവിടെ മാറി. അവിടെ ഇങ്ങോട്ട് മാറി. എന്താണ് കാണിച്ചത്? എന്താണ് നീ കാണിച്ചത്? അത് പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോ അച്ഛനും അമ്മയും പറഞ്ഞു. അച്ഛനും അമ്മ എന്തോന്ന് പറഞ്ഞു? പെണ്ണിന്റെ ചുറ്റുപാടൊക്കെ നോക്കിക്കൊണ്ട് വരണം. എടാ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരം നോക്കാനാ പറഞ്ഞ, മനസ്സിലായോ? ചുറ്റുപാട് പറഞ്ഞു. അതൊക്കെ പോട്ടെ. പെണ്ണും ചെറുക്കനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മക്കിത് അങ്ങ് ഉറപ്പിക്കാൻ പറട്ടെ. എന്താ? നിങ്ങൾ ഈ ചെറുക്കൻ എന്തുണ്ട് ആസ്തി? ആഹാ അത്രയുണ്ടോ? ചെറുക്കൻ്റെ ആസ്തിയല്ലേ ഈ കാണുന്ന മുഴുവൻ. അയ്യോ അതല്ലേ ചോദിച്ചു. ചെറുക്കന് ചുറ്റുപാടൊക്കെ ഉണ്ടോ? ചുറ്റുപാടിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. അതെന്നെ ചുറ്റുപാടില്ലേ? ചുറ്റുപാടുണ്ട്. 50 ഏക്കർ തെങ്ങിൻ തോപ്പിലെ തേങ്ങ മുഴുവൻ മതി. സ്വന്തമായിട്ട് വെട്ടാനുള്ളൊരു വെട്ടുകത്തി ചെറുക്കനുണ്ട്. പിന്നെ 10 പറ കണ്ടത്തിലെ നെല്ല് മുഴുവൻ കൊയ്ത് മെതിച്ചോണ്ട് എങ്ങോട്ടാ കൊണ്ടുപോന്നെ? എങ്ങോട്ടാ? ചെറുക്കൻ്റെ വീടിന്റെ മുറ്റത്തൂടെ അപ്പുറത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോന്നെ. പിന്നെ നിങ്ങളുടെ പെണ്ണിന് കഞ്ഞുകൂടി മുട്ടുകയല്ല. അതായത് ചെറുക്കൻ്റെ വീടിന്റെ വാതിൽക്ക് വലിയൊരു പ്ലാവ് നിൽപ്പുണ്ട്. പ്ലാവിലോട്ട് കയറുക, പ്ലാവിലൊടിക്കുക, കഞ്ഞൂരി കുടിക്കുക, പ്ലാവിലൊടിക്കുക, പ്ലാവിലൊടിക്കുക, കഞ്ഞൂരിക്കുക, പ്ലാവിലൊടിക്കുക, കഞ്ഞൂരിക്കുക. പിന്നെ 2 വണ്ടിയും 2 പമ്പും. ഓ വെട്ടു. എനിക്കൊരു ചടാക്ക് വണ്ടിയുണ്ട്. വൈകുന്നേരം വെള്ളം അടിക്കുമ്പോൾ റോഡിലോട്ട് പോകുമ്പോൾ ആവശ്യത്തിന് പെട്രോൾ ചെറുക്കിന്റെ പമ്പ് അടിച്ചോണ്ട് പോകാമല്ലോ. അയ്യോ പെട്രോൾ അടിക്കുന്ന പമ്പിന്റെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ സൈക്കിളിലെ കാറ്റടിക്കുന്ന പമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. 2 വണ്ടി എന്ന് പറഞ്ഞതോ? വണ്ടി എന്ന് പറഞ്ഞാൽ സൈക്കിളില്ലേ? അതൊക്കെ പോട്ടെ. നിങ്ങളുടെ പെണ്ണിന് എന്ത് കൊടുക്കും നിങ്ങൾ? എനിക്കുള്ളത് കംപ്ലീറ്റും പെണ്ണിനാ. വൃത്തിയോട് പറയല്ലേ. അതല്ല ചോദിച്ചത്. സ്ത്രീധനമായിട്ട് കൊടുക്കും. 1 ലക്ഷം രൂപ ഞാൻ പെണ്ണിന് കൊടുക്കും. 1 ലക്ഷം രൂപ? അതെ കൊടുക്കും. 1 ലക്ഷം രൂപ കിട്ടുമെന്ന് മനസ്സിലായോ? ഈ കല്യാണം നടക്കത്തില്ല. കല്യാണം നടക്കില്ല. ഈ കല്യാണം നടക്കത്തില്ല. കാര്യം എന്താ പറ? എന്നെ പോലെ ഒരു മണവണാഞ്ചൻ ചെറുക്കിന് 1 ലക്ഷം രൂപ തരണമെങ്കിൽ ഈ പെണ്ണിന് എന്തോ ഫുൾട്ടുണ്ട്. അങ്ങനെ
കുഴപ്പമൊന്നുമില്ല. അതെ പെണ്ണിനെന്തോ ഫൂൾട്ട് ഉണ്ടെന്നാ ചെറുക്കൻ എന്തോ പറഞ്ഞത്. ഫുൾട്ട് ഉണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ലെന്ന്. എന്തെങ്കിലും ഫുൾട്ട് കാണും. സാമാന്യം വണ്ണമുള്ള ഒരു പെണ്ണാണല്ലോ. ഇവളുടെ ഈ ശരീരമൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച പോലെ, ഇടത്തെ കാലിന്റെ മുട്ടിന് താഴ്വശം വെച്ചേ ഇതിങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ, ഇതിങ്ങനെയൊക്കെ വണ്ണം വെച്ച പോലെ നീര് പോലത്തെ മന്ത് അല്ലേ? മന്തല്ല, ഇങ്ങനെ വണ്ണം വെച്ച പോലെ മുട്ടിന് താഴെയൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് ഇങ്ങനെ നീര് പോലത്തെ മന്ത്. ഈ മന്ത് പോലൊക്കെ അല്ലേ ഇരിക്കുന്നത്, അത് തന്നെയാണ് ഈ മന്ത് കേട്ടാ. ഈ ഒരു കാലം മന്തുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. അല്ല, അതെ, നിങ്ങൾ കാലടുപ്പിച്ച് വെച്ച് 2 കാലം മന്തുണ്ടെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ തരാൻ പാടില്ല. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ കേട്ടോ. അവൻ അങ്ങനെ പലതും പറയും കേട്ടോ. എനിക്ക് അവന്റെ അച്ഛനുമായിട്ട് ഇടപാട്, എനിക്ക് ഇച്ചിരി കാശ് കിട്ടുന്ന പരിപാടിയാണ്. നമുക്ക് ഇതൊക്കെ ഉറപ്പിക്കാം. ഈ വരുന്ന 9 തീയതി അല്ല കുംഭം 9 തീയതി നമുക്ക് ഉറപ്പിച്ചേക്കാം. അത് ഒന്നും മോന്റെ അച്ഛൻ, ഇത് വേറെ ബ്രോക്കറാ. എടാ കുഞ്ഞെ, നിന്റെ ചേച്ചിയെ കെട്ടിക്കൊണ്ട് പോകാൻ വന്ന ചെറുക്കനാ നിൽക്കുന്നത്. ആ കൊണ്ടുപോകും. കൊണ്ടുപോകണം. ചേട്ടോ ചെറുക്കൻ എന്തോ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നു കേസിന്റെ കാര്യം. അവൻ പറഞ്ഞു കേസിന്റെ കാര്യം പറഞ്ഞു. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറഞ്ഞ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൻ പറയാണ്ടിരിക്കട്ടെ. തലോട് പറയണോ? അതെ, സ്പോൺസർ മുതുകാടാണ്. അതെ അതെ. അയ്യോ, സ്വാധീനം ഉണ്ടെങ്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കഴിവുള്ളവർ ഒരുപാട് പേര് വാതിലിന് പുറത്ത് കാത്തിരിക്കുകയല്ലേ. അവർ കയറി വരുമ്പോഴേ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരിക്കൽ വിളിക്കൂ, ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ്. ഓക്കെടാ. സാറേ, ആ ഇവിടെ ഈ ഗൾഫിനൊക്കെ കൊണ്ടുപോകുന്നേ? ഗൾഫിൽ കൊണ്ടുപോകുന്ന ഇവിടെയാണ്, പക്ഷെ കഴിവ് വേണം. വേണം. എൻ്റെ ഒരുപാടുണ്ട് സാറേ. നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സമയമില്ല, പുറത്ത് ഒരുപാട് പേര് നിൽക്കുകയല്ലേ. പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് നിന്നെ കൊണ്ടുപോകണം. ആയിക്കോട്ടെ സാറേ, ഞാൻ എന്ത് ചെയ്യും? നീ എന്തും ചെയ്യും. നീ എന്തും ചെയ്യുന്ന പറഞ്ഞാൽ നീ എന്തും ചെയ്യും. എന്താ മിമിക്രി ചെയ്യാം? മിമിക്രിയിൽ നീ ചെയ്യും. മിമിക്രിയിൽ നീ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടതൊന്നും നീ യേശുദാസിനെ വരെ ചെയ്യുമെന്ന്. യേശുദാസിനെ ചെയ്യാം. യേശുദാസിനെ നീ ചെയ്യും? ഞാൻ ചെയ്യാം. അങ്ങനെയാണ് നീ ഒന്ന് ചെയ്ത് കേട്ട് നോക്കട്ടെ. സാറ് കേട്ടോ. ആ, യേശുദാസ് ഒക്കെ വെറൈറ്റിയാ, കുഴപ്പമില്ല. മലയാള സിനിമയിൽ ഞാനും ദേവരാജ മാഷും, ശരിക്കും ദേവരാജ മാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുരുവാണ് അദ്ദേഹം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈശ്വരൻ, ജഗദീശ്വരൻ്റെ കടാക്ഷത്തോടെ ആലപിച്ചൊരു ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുരുദേവ കീർത്തനാണ്. അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈശ്വരൻ, ജഗദീശ്വരൻ നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയാണ്, നീ മെടുക്കാനാണ്. നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇനി നീ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ? ഇതുപോലുള്ള എം ജി ശ്രീകുമാർ പിന്നെ ഗായകൻ സരിഗമപദനിസയ്ക്കായിട്ട് എം ജി ശ്രീകുമാർ. എനിക്കറിയാം. എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അതെ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. നീ അതൊക്കെ കേൾക്കട്ടെ. യേശുദാസിന് ഞാൻ 100 മാർക്കും തന്നു. എം ജി ശ്രീകുമാറിന് 80 എങ്കിലും മേടിച്ചാൽ നിന്നെ കൊണ്ടുവന്ന കാര്യം ഞാൻ പരിഗണിക്കാം. 80 മേടിച്ചാൽ മതി. ഓക്കെ, എല്ലാവരും കൂടെ ഒത്ത് പിടിച്ചാലേ നമുക്ക് കൊണ്ടുപോരെ. എങ്ങനെ? മാന്യ പ്രേക്ഷകർക്ക് തരികിട മജലിസിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയൊരു തുകയാണ്. ആ തുക കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് നിറയും. തുക എത്രയാണെന്നല്ലേ? 2000 rupees, 1,000 രൂപ. കൊള്ളാടാ. നീ മരുഭൂമി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണാൻ കിടക്കുന്നതേ ഉള്ളു കേട്ടോ. നല്ല കഴിവുണ്ട്. പോണം. അവസാനം എന്തോ 2000 കാര്യം പറഞ്ഞു തരാനുള്ളതാണോ? അല്ല, അവര് പറഞ്ഞത് അദ്ദേഹത്തിനാണ്. ഇനി മോൻ എന്താ മോനെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്? ഇനിയിപ്പോ വെറൈറ്റി ആയിട്ട് ഞാൻ ഈ ഡയറക്ടേഴ്സിനൊക്കെ ചെയ്യാം. ഡയറക്ടേഴ്സ് ഞാൻ പണ്ട് ഒരു 5 തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖ് ലാലിനെയൊക്കെ ഞാനാണ് ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയത്. അവരെ കൊണ്ടുപോയി. അപ്പൊ അവരെന്തായാലും പറഞ്ഞായിരുന്നു. അവര് പറഞ്ഞോന്നോ? ഒരുപാട് കഴിഞ്ഞതും എന്നെ ഭിത്തി ചാരി നിർത്തിട്ട് കാശുതാടാ എന്ത്? അതല്ല, അവർ ഈ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറഞ്ഞോന്നാ ചോദിച്ചേ. പേഴ്സണൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ പാമ്പായി പോയി. എന്നാൽ അവർ ഈ പ്രേക്ഷകരോട് വേദിയിൽ നിന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സിദ്ദിഖും ലാലും രണ്ടുപേരുടെ ശബ്ദം നീ കാണിക്കും. രണ്ടുപേരെ ശബ്ദം കേൾപ്പിക്കാം. എന്നാ രണ്ടുപേരും ആദ്യമായി സിദ്ദിഖ്. ഞാനും അൻസാറും കലാഭവൻ റഹ്മാനും വർഗീസേട്ടനുമൊക്കെ 2 വർഷം മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു. 2 വർഷം മുമ്പ്. 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 2 വർഷം മുമ്പ്
അന്ന് കലാഭവനിൽ മിമിക്രി കളിച്ചിരുന്ന ആ സമയത്ത് കേവലം 2 വർഷം മാത്രം മുൻപോട്ട് പോകും എന്ന് കരുതിയിരുന്ന ആ ഒരു സമയത്ത് ഇന്നത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായി മാറിയിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നെനിക്കറിയാം. ഞാൻ മൈക്ക് ലാലിന് കൈമാറുന്നു. ലാല് കാണിക്കേ. സിദ്ദിഖ് പറഞ്ഞ പോലെ അന്ന് കലാഭവന്റെ മെമിക്രിന്ന് സിനിമാ ലോകത്തെത്തിയപ്പോൾ ഒടുങ്ങത്തെ ഗ്ലാമറായിപ്പോയി ഞങ്ങൾക്ക്. പിന്നീട് ഒരുപാട് സിനിമയും ചെയ്തു. നിങ്ങളെല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഒടുക്കത്തെ ഗ്ലാമർ മാത്രമാണ് എനിക്ക് സിനിമയെ പിടിച്ചെടുക്കാനുള്ള മാർഗം. നന്ദി, നമസ്കാരം. കൊള്ളാടാ, നീ മെടുക്കനാ. അതെയല്ലേ? പണ്ടത്തെ ഇടി എന്റെ മനസ്സിൽ കൂടെ കയറി ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഏകദേശം ഒക്കെ അല്ല, തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരു സംഭവം ഉണ്ട്. അതായത് മധുവിന്റെ 2 ശബ്ദം കേൾപ്പിക്കാം. മധുവിധുവിന്റെയോ? മധുവിധുവല്ല, മധുസാറില്ലേ നമ്മുടെ. ആ, അത് 2 കേൾപ്പിക്കോ നീ? അത്ര വെറൈറ്റി ആയിട്ട് നീ മധുവിനെ കാണിക്കുവാണെങ്കിൽ ആ മധുവിനെ ഇറക്കി വിട്. മധുവിന് 2 വോയിസ് കേൾപ്പിക്കാം. 2 വോയിസ്, പഴയ മധുവും പുതിയ മധു. പഴയ മധുവും പുതിയ മധുവും. എന്നാ പഴയ അതായത് മധു രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിലെ പഴയ മധുവിൽ തുടങ്ങാം. ആ പഴയ മധു നോക്കട്ടെ. കേട്ടോ, പഴയ മധു കേട്ടോ കേട്ടോ. എന്നാ ചാടിക്കേ. കരുത്തമ്മ, എന്നോട് പിണക്കമാണോ കരുത്തമ്മ? കരുത്തമ്മ പോയാലും ഞാൻ ഈ കടപ്പുറത്ത് കൂടി പാടി പാടി നടക്കും. ഒരിക്കൽ ചങ്ക് പൊട്ടി ചത്തുപോകും കരുത്തമ്മ. കരുത്തമ്മ, നിങ്ങൾ വള്ളവും വലയും വാങ്ങിച്ചാൽ മീനല്ലേ എനിക്കല്ലേ കരുത്തമ്മ? കരുത്തമ്മ പോകാതെ കരുത്തമ്മ. ഇത് പഴയ മധു. പഴയ മധു. ഇനി പുതിയ മധു. ഇപ്പോഴത്തെ മധു. അയ്യോ, കേട്ടോ. മണിമംഗലത്ത് മാധവമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്റെ അച്ഛൻ കണ്ടംകൊളുത്തി കോരയടക്കം എല്ലാവരും വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്രമാനെ നിന്നെ കാത്തുസൂക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളടാ. അങ്ങനെയുള്ള എന്നെയാണ് കൊല്ലേണ്ടത്. എങ്കിൽ വെക്കടാ വെടി. നിന്റെ കൈ വിറയ്ക്കുന്നില്ലെങ്കിൽ വെക്കാൻ. അദ്രമാനെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ. എങ്ങനെയാണ് സാറേ? നിന്നെ എനിക്ക് അങ്ങോട്ട് പേടിച്ചു കേട്ടോ. അതെ അല്ലേ? ഹലോ, കേട്ടില്ലേ? മധു കേട്ടില്ലേ? ചെറുക്കനെ കൊണ്ട് ഉണ്ട്. ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അവൻ്റെ ഒരു നല്ല ഫോട്ടോ മേടിച്ച് അങ്ങോട്ട് ഫാക്സ് ചെയ്തേക്കാം. ഓക്കെ മോനെ, നിന്റെ കാര്യമൊക്കെ ഏകദേശം 90% ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ ആയോ? എൻ്റെ ഒരാളുടെ ശ്രമം കൊണ്ട് നിന്റെ കാര്യം ഓക്കെയാണ്. പിന്നെ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിലൊക്കെ കൊടുക്കുന്ന ഈ കൺസെഷൻ കാർഡല്ലേ? കൺസെഷൻ കാർഡല്ല, പാസ്പോർട്ട്. ഗൾഫിൽ പോണേ പാസ്പോർട്ട് വേണം. എസ് ടി കാർഡ്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് അല്ലേ, ഗൾഫിൽ പരിപാടിക്ക് പോകാനായിട്ട്. മുന്നൊരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് അല്ലെ കുപ്പിപ്പാലൊക്കെ കിട്ടും, മേടിച്ച് പാലൊക്കെ കുടിച്ച് കിടന്നുറങ്ങും. എടാ, നീ നന്നായിട്ട് മിമിക്രി കാണിക്കുന്നുണ്ട്, നിനക്കൊരു പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പാടില്ലേ? ഇറങ്ങിപ്പോ ചെല്ല്. പിള്ളേരുടെ വിചാരം ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിന്റെ അപ്പുറത്ത് എങ്ങാണ്ടാന്ന്. പാസ്പോർട്ട് എടുക്കാതെ ഗൾഫ് പരിപാടിക്ക് വേണ്ടി വരും. നല്ല കലാകാരനാണ്, പക്ഷെ പറഞ്ഞിട്ടുണ്ട് അവന് പാസ്പോർട്ട് ഇല്ല. ഹലോ, ഞാനിവിടെ എത്തി കേട്ടോ. ഞാൻ എത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു. ഇവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് പിള്ളേരെ ഇന്റർവ്യൂ ചെയ്തു. കഴിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഏതായാലും പ്രോഗ്രാം നടത്തിയിരിക്കും. 27-ാം തീയതി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അപ്പീലും ഇല്ല. എൻ്റെ പ്രോഗ്രാമുകൾ അറിയാലോ, പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും. കൃത്യമായിട്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ അവിടെ എത്തും. 26-ാം തീയതി ഞങ്ങൾ വണ്ടി കയറും. ഇഷ്ടംപോലെ മിമിക്രിക്കാരുണ്ട്. മിമിക്രി ഉണ്ട്, സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, കരോക്കെ ഗാനമേളയുണ്ട്, ഫർണിച്ചർ ഗാനമേളയുണ്ട്. എല്ലാം കൊണ്ടും ഗൾഫിനെ നമുക്ക് കിടിലം കൊള്ളിക്കണം. അതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. പിന്നെ നമുക്ക് അവിടെ പ്രോഗ്രാമിന് മറ്റേ പയ്യനെ കിട്ടുമോ? ഏതാ ഞാൻ പറയാം, ഒരു 1-2 പടത്തിലൊക്കെ പാടിയിട്ടുണ്ട്, താടിയൊക്കെ ഉള്ളൊരു പയ്യൻ. അത് തന്നെ, യേശുദാസ്. അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ മാർക്കറ്റ് ഉണ്ടോ? അദ്ദേഹത്തോട് പറ, മെയിൻ സ്പോൺസറാണ് വിളിക്കുന്നത്. നമ്മുടെ പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താം, ചാൻസ് ഉണ്ട്. റിമി ടോമിയെ വെച്ചാൽ സിനിമാറ്റിക് ഡാൻസും ഗാനമേള ഒന്നിച്ച് നടക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒട്ടത്തിനെ കാണാൻ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ വരാം. ഒരു കാര്യം ചെയ്യൂ, ഞാനിവിടെ കുറച്ച് പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ കഴിവുകൾ നല്ലതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ശരി. നമസ്കാരം. നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല? ഞാൻ സുമുഖൻ. ഞാൻ സുന്ദരൻ ആണല്ലേ? സുന്ദരൻ കണ്ടാച്ചാലും മതി. ഏതായാലും നിങ്ങൾ വല്ല കൊട്ടേഷൻ പാർട്ടിക്കാരോ? അല്ലല്ല, ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? അതെ, പൊന്ന് സാറേ, ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അയ്യോ, അതിന് ഇപ്പോഴും പോകുന്ന ഉറപ്പായിട്ടില്ല. ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം, നിങ്ങളുടെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെടണം. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ. ഇപ്പോഴേ ഈ കല്യാണത്തിന് ഒരുക്കി നിൽക്കുന്ന പോലെ ഒരുക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല സാർ, ഞങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. വെറൈറ്റി ഉള്ള പരിപാടികളാണ് ഞങ്ങൾക്ക് ഗൾഫിൽ ആവശ്യം. ഞങ്ങൾ വെറൈറ്റിയാണ്. അതെ, ഞങ്ങൾ ഭയങ്കര വെറൈറ്റിയാണ്. നിങ്ങൾ ജനിച്ചത് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. അതെ. അപ്പൊ ഗൾഫിൽ ഒരുപാട് പരിപാടികൾ വന്നു പോകുന്നുണ്ട്. ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് ചെയ്തെങ്കിൽ മാത്രം നമുക്ക്
നമുക്ക് അവിടെ കൈയടി മേടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റിയാണ്, ഞങ്ങൾ ഭയങ്കര വെറൈറ്റിയാണ്. അല്ലെ കൈയടിക്കുമ്പോ തലയുടെ പോവും. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് പറഞ്ഞ സമയങ്ങളുണ്ട്. മാലയൊക്കെ കണ്ടല്ലോ, ഒരുപാട് പേരെ ഗൾഫിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു അച്ചായനാ ഞാൻ. ആ ബഹുമാനം എന്നോടും കാണിക്കണം. അപ്പൊ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാവുന്ന മിമിക്രിയും പരിപാടികളും കൊണ്ട് കാണിക്കുക. ഇത് ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകും. ഗൾഫ് അല്ലെ നിങ്ങൾ ഇവിടെ തന്നെ കിടക്കും. അപ്പൊ നിങ്ങളിൽ ആരാ എന്താ ചെയ്യുന്നത്? എന്താ ആദ്യം നീ ചെയ്തോ. അല്ല ആദ്യം നീ ചെയ്യും. അല്ല സാധാരണ നീ ആണല്ലോ ആദ്യം ചെയ്യും. എടാ നീ ചെയ്യാദ്യം. നീ ചെയ്യ്. എടാ നീ ചെയ്യടാ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഫിക്സ് ചെയ്യും. ഞാൻ പോയിട്ട് നാളെ വരാം. സാറേ ഞങ്ങൾ ചെയ്തോളാം. ഞാൻ ആദ്യം ചെയ്യാം. എന്നാ ശരി, ഞാൻ ചെയ്യാം. എടാ ഞാൻ ചെയ്യാവുന്ന ഞാൻ ചെയ്യാന്ന് ഞാൻ ചെയ്യാവുന്ന നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്യും. അത് ഇച്ചിരി കടുത്ത കൈയായി പോകും. അത് രണ്ടുപേർക്കും കൊള്ളത്തില്ല കേട്ടോ. ഏതെങ്കിലും ഒരുത്തൻ എന്നാലൊക്കെ കാണിക്കടാ. ഒരു കാര്യം ചെയ്യാം, ആദ്യം ഞാൻ ചെയ്യാം. സാറേ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ആണല്ലേ? ഞാൻ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലെ അല്ല. അല്ല നിനക്ക് നല്ല വണ്ണവും പൊക്കമൊക്കെ ഉണ്ടല്ലോ. അയ്യോ സാറേ അതല്ല പറഞ്ഞത്. പിന്നെ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ സിനിമാ താരങ്ങളെയൊക്കെ അനുകരിക്കുന്ന സമയത്ത് ഞാൻ അനുകരിക്കുന്നത് ഈ സിനിമ പിന്നണി ഗായകരുടെ ശബ്ദമാണ്. അയ്യോ അതൊരു ഭയങ്കര വെറൈറ്റിയാണ്. അപ്പൊ നീ ആരെയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് MGRന്റെ ശബ്ദമാണ്. MGRന്റെ ശബ്ദമാണ്. പാട്ട് പാടുന്ന MGR. എടാ MGR എന്ന് പറഞ്ഞ ഗായകനാണ്, പുള്ളി സിനിമ നടനാ. ഏത് സിനിമ? പുള്ളി പഴയ തമിഴ് സിനിമ നടൻ. അയ്യോ സാറേ അത് തമിഴ്നാട്ടിലെ MGR അല്ലേ? ഞാൻ ആ MGRന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ മലയാളത്തിൽ നമ്മുടെ കേരളത്തിലെ MGRന്റെ കാര്യമാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലൊരു MGR ഉണ്ട്, പുള്ളിക്ക് വേണ്ടി പാടുന്നത് സുന്ദർരാജനാണ് പഴയ. അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. നീ പിന്നെ ആരുടെ സൗണ്ടിൽ ഈ പാടാൻ പോകുന്നത്? സാറേ ഞാൻ MGR എന്ന് പറഞ്ഞത് MG രാധാകൃഷ്ണനാണെന്ന് ഉദ്ദേശിച്ചത്. എടാ MG രാധാകൃഷ്ണൻ കേരളത്തിലുള്ള ഒരു പാട്ടുകാരനാണ്. അതുകൊണ്ട് നീ MG രാധാകൃഷ്ണൻ എന്ന് തന്നെ പറയണം. ഞങ്ങളുടെ നാട്ടിലേക്ക് MG രാധാകൃഷ്ണൻ പുള്ളിയെ വിളിക്കുന്നത്. അത് സാറിന്റെ നാട്ടില്, എന്റെ നാട്ടിൽ MGR എന്നേ മാത്രമേ പറയത്തുള്ളൂ. എന്നാ പിന്നെ കാണിക്കുക, കണ്ടേക്കാം, നോക്കട്ടെ കേട്ടോ. മലയാള ഗാനശാഖയിൽ ഒത്തിരി ഗാനങ്ങളൊന്നും ഞാൻ സംഗീത സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഗാനങ്ങളൊക്കെ തന്നെ സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ്. ദേവാസുരം എന്ന ചിത്രത്തിനു വേണ്ടി ഞാൻ തന്നെ പാടിയ ഒരു ശ്ലോകം ഇന്ന് നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുകയാണ്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരി എവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ ക്രൂരവിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം. കൊള്ളാം 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 കൊള്ളാം. സ്നേഹസ്വരൂപനാം എടാ ഇത് മൊത്തം പാടി മതി. മതി നിന്റെ കുറെ സാധനങ്ങൾ എവിടെ എവിടെ നീ ചോദിച്ചു. ആ സാധനങ്ങളൊന്നും ഇവിടെ ഗൾഫിലൊന്നും കിട്ടത്തില്ല. ഒട്ടകത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവൻ ഇതിനെ നല്ലപോലെ സൂപ്പറായിട്ട് കാണിക്കുന്ന എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെറൈറ്റി സംഭവം ചെയ്യുന്നത്. എല്ലാരും വെറൈറ്റിക്ക് കേൾപ്പി പോകണമെങ്കിൽ വെറൈറ്റി ചെയ്യണം. എന്റെ കൂട്ടുകാർ പലരും എന്നോട് പറയുന്നുണ്ട്. കയ്യൊന്നും ചൂണ്ടാതെ നീ തല്ലാൻ വിളിക്കുന്ന പോലെ ഉണ്ട്. പറ. അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് തമിഴ് സിനിമാ നടന്മാരുടെ ശബ്ദങ്ങളാണ്. തമിഴാണല്ലോ, ഓക്കെ, അത് ചിലപ്പോൾ അവിടെ ആവശ്യം വരും കേട്ടോ. അപ്പൊ ഉദാഹരണം ഇപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കാലാപ്പാനി എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ. കാലാപ്പാനി മലയാളം പടമല്ലേ? മലയാളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തമിഴ് നടന്മാർ, ഹിന്ദി നടന്മാർ എല്ലാവരും ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അതിനകത്ത് പ്രഭു മലയാളത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് കാലാപ്പാനിയിൽ മറ്റേ. പിന്നെ അപ്പൊ ആ സംഭവം ഞാൻ, പക്ഷേ ഒരു ഡയലോഗ് അല്ല, പുള്ളി കുറെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അല്ല അതിനകത്ത് ഒറ്റ ഡയലോഗ് ഞാൻ പറയാം. അത് നീ ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. பிரியமுள்ளவரே நமஸ்காரம். நான் உங்க பிரபு பேசுறேன். என்னோட நீண்ட நாள் ஆசை மலையாள படத்தில் நடிக்கணும்னு. அந்த ஆசை காலப்பலி பலவுளுமே நிறைவேறிச்சு. இதுக்கு டைரக்ஷன் பிரியதர்ஷன், அன்பு சகோதரர் மோகன்லால், திரு குட்னின் மோகன் இவர்களுக்கு நன்றி சொல்லுவேன். ഞാൻ கடமைப்பட்டிருக்கேன். ஆனா இதுக்கு இசைஞானி இளையராஜா, MG ശ്രീകുമാർ, ചിത്ര ഇവർ പാടി പാട്ടുന്ന കേൾപ്പമേ എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. എനിക്ക് നിന്റെ സൗണ്ട്. ഹലോ പയ്യ കൊള്ളാം കേട്ടോ. ആ
അതെ 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 നമ്മൾ അടിക്കാൻ പോകുന്ന പോസ്റ്ററിൽ ഒരു 1.5 ഏക്കർ സ്ഥലം മാറ്റിയിട്ടേക്കാം. അവൻ്റെ ഒരു വലിയ ഫോട്ടോ ഇട്ടേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നീ എന്ത് ചെയ്യും? സാറേ ഇവൻ ഇതിനേക്കാൾ നല്ലോണം ഇന്നലെ ചെയ്തിരുന്നായിരുന്നു. ഇവൻ ഇന്നലെ ഇന്നലെ ഇതിനേക്കാൾ നല്ലോണം ചെയ്തതാണ്. എന്നാ നീ എന്തെങ്കിലും ഇന്ന് നന്നായിട്ട് ചെയ്യും. സാറേ എന്റെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്ത പിന്നണിക്കായൻ ശ്രീ KG മർക്കടന്റെ ശബ്ദം ഞാൻ ഇരിക്കാം. മർക്കടനും അങ്ങനെ ഒരു ഗായക മലയാളത്തിൽ ഇല്ല കേട്ടോ. ഉണ്ടെന്ന്. ആരാ? യേശുദാസിന്റെ അതേ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന്, അതേ പാന്റ് ഇട്ടുകൊണ്ട് വന്ന്, അതേ വാച്ച് കെട്ടി, അതേ ഷൂ ഇട്ട് വന്നിട്ട് യേശുദാസിന്റെ അല്ലാത്ത ശബ്ദത്തിൽ പാടുന്ന ഒരാൾ. എടാ പുള്ളിയുടെ പേര് മർക്കടൻ എന്നൊന്നും അല്ല, പിന്നെ KG മാർക്കോസ്, അതാ പുള്ളിയുടെ പേര്. അത് സാറിന്റെ നാട്ടില്. എന്റെ നാട്ടിൽ പറയുമ്പോൾ KG മർക്കടൻ എന്നേ പറയത്തുള്ളൂ. ചേട്ടാ ഇവന്റെ നാട് ഏതടോ? ഞങ്ങൾ ഒരു നാട്ടുകാരാ. പാടട്ടോ? പാട് പാട് പാട്. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിലും ഹൂറി പൂമകൾ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിലും ഹൂറി പൂമകൾ ഫാത്തിമ. ഫാത്തിമ കൊള്ളണം. പാട്ട് മാറിപ്പോയി. നല്ല പാട്ടാ. പിന്നെ ഹലോ, ആ തബലിസ്റ്റിനെ റിതംപാട് വായിക്കുന്നവനെ കട്ട് ചെയ്ത് തരും കേട്ടോ. വായി തബലയായിട്ടൊരുത്തൻ ഇവിടുന്ന് വരുന്നുണ്ട്. എടോ തവളയല്ല, തബലയായിട്ടൊരുത്തൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി അവൻ കാണിച്ചു. എന്താ അഭിപ്രായം നിന്റെ? എടി ഇതിനേക്കാൾ നല്ലപോലെ നീ ഇന്നലെ ചെയ്തില്ലേ? അവൻ ഇന്നലെ ഇതിന് നന്നായിട്ട് ചെയ്താണോ? എന്നാ പിന്നെ ഇന്നത്തെ കാര്യത്തിൽ നീ എന്തെങ്കിലും സ്പീഡായിട്ട് പെട്ടെന്ന് ചെയ്യും. ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് തമിഴിലെ സൂപ്പർ ഹിറ്റ് കോമഡിയായ ശ്രീ വടിവേലു. വടിവേലു നിനക്കാവുമ്പോ രൂപം കൊണ്ട് കുറച്ചൊക്കെ ഒക്കും. ഒരു കാര്യം ചെയ്യും, വടിവേലുവിനെ ചെയ്യും. ഓക്കെ ഓക്കെ. காதல் காதல் எடுத்து மறிமோ முத்து தருவங்கள் முத்து மறிமோ. ஐயா 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 ഒന്നുമില്ല, പറഞ്ഞോ. വെച്ചിങ്കടാ അപ്പ്. എങ്ങോട്ട്? നന്നായിട്ടുണ്ട്. ഇടയ്ക്കൊരു പട്ടി ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാൾ നല്ലവണ്ണം ഇവൻ ഇന്നലെ ചെയ്തിരുന്നേ. അയ്യോ ഇവരെല്ലാരും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്നലെ വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എല്ലാം ഇന്നലെ നന്നായിട്ട് ചെയ്തത്, ഇന്നൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ രണ്ടുപേരും കേട്ടോ. ഒരു കാര്യം ചെയ്യും, നീ എന്ത് ചെയ്യും? അവന്റെ വെറൈറ്റി എന്ന് പറയുന്നത് കുമാരസംഭവമാണ്. നന്നായിരുന്നു കേട്ടോ. അടുത്ത വെറൈറ്റി കുമാരസംഭവമാണ്. കുമാരസംഭവം എന്ന് പറയുന്നത് പഴയ മലയാളം പടമല്ലേ? അതിന്റെ ഒന്നും ഇവിടെ വേണ്ട. നോ 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 നോ. പഴയ മലയാള പടമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അതായത് പ്രശസ്ത ഹിന്ദി ഗായകൻ കുമാരസംഭവം. എടാ കുമാരസംഭവം അല്ല, പിന്നെ കുമാർ സാനു, അതാ പുള്ളിയുടെ പേര്. അത് സാറിന്റെ നാട്ടിൽ. എന്റെ നാട്ടിൽ പറയുമ്പോൾ കുമാരസംഭവം എന്നേ പറയത്തുള്ളൂ. ഇവന്റെ നാട് ഏതടാ? ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. ആണോ? അതാ കുമാർ സാനുവിന്റെ ശബ്ദം കേൾപ്പിച്ചേ. തുമിലേ ദിൽ की ले और जीने को क्या चाहिए. हाँ तुमिले दिल की ले और जीने को क्या चाहिए. ना हो तू दास तेरे पास पास मैं रहूंगा जिंदगी भर. ना हो तू दास तेरे पास पास मैं रहूंगा जिंदगी भर. सारे संसार का प्यार मैंने तो जीने पाया. तू मिले दिल की ले और जीने को क्या चाहिए. ചാഹിയും ചായയും ഒക്കെ നിങ്ങൾ രണ്ടുപേരെ കൈവിടെ ഭാര്യയിലൊടിഞ്ഞു രണ്ടുപേരും കൂടെ വലിച്ച. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് ഉണ്ടോ? നേരത്തെ ഒരു പയ്യൻ പാസ്പോർട്ട് ഇല്ലാതെ വന്നു, അവനെ ഞാൻ പറഞ്ഞു വിട്ടു. സാർ ഇത് ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പാസ്പോർട്ട് എപ്പോഴും എടുത്ത് കൈ വെച്ചിരിക്കല്ലേ. നിന്റെ പാസ്പോർട്ട് നിന്റെയിലും ഉണ്ട്. അപ്പൊ എനിക്കാണ് ഇപ്പൊ പാസ്പോർട്ട് ഇല്ലാത്തത്. നമുക്ക് ഇല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളാം. നീ എന്നാ ചെയ്യാൻ പോണേ? ഞാൻ വെറൈറ്റി ആയിട്ട് വേറെ സാധനമാണ്. അതായത് തമിഴ് സിനിമയിലെ ഡയലോഗ് കൊണ്ട് അമ്മാനം പാടുന്ന ശ്രീ വിജയകാന്ത്. ആണോ? വിജയരാഘവൻ തമിഴിലുണ്ടോ? വിജയരാഘവൻ അല്ലെന്ന്, പിന്നെ വിജയകാന്ത്. വിജയകാന്ത് തെളിച്ച് പറയണ്ടേ? കാണിക്കുന്നല്ലേ? കാണിക്ക്. விரோதி இருந்தாலும் வீட்டில் வச்சு வச்சுக்கிற தவசி மரியாதை. ஆனா உனக்கு தகுதி இல்ல. டேய் இன்னைக்கு இந்த நாளும் தெரியுமில்ல, என் தங்கச்சி இருந்தாள். இன்னைக்கு இந்த பொண்ணு கேட்கிறியா? டேய் தமிழ்ல எனக்கு பிடிக்காத வார்த்தை മന്നിപ്പ്. കൊള്ളാം. ഒരു കാര്യം ചെയ്യട്ടോ, എനിക്ക് ചെറിയൊരു ഡിസ്കഷൻ ഇതേമായിട്ട് ചെയ്യാനുണ്ട്. മോനൊരു സെക്കൻഡ് അങ്ങോട്ട് ആ മാങ്ങ കണ്ടോ മുകളിൽ? മാങ്ങ പോലൊരു സാധനം കണ്ട ബൾബാ അത് കേട്ടോ. പിന്നെ നിന്നെ ഞാൻ കൊണ്ടുപോവാം, പക്ഷെ അവനാ കുറച്ചുകൂടെ നല്ലത്. നീ കാണാൻ നല്ലത്, അവൻ കാണാൻ നല്ലത്. പക്ഷെ ഇപ്പൊ ചെയ്യാവുന്നൊരു കാര്യം പറഞ്ഞാൽ ഒരു 50,000 രൂപ തന്നാൽ നിന്നെ കൊണ്ടുപോവാം. അയ്യോ അങ്ങനെ പറയില്ല, എന്റെ 5 പൈസ ഇല്ല. എടാ 5 പൈസ വേണ്ട എനിക്ക്. ഒരു 50,000 തന്നാൽ നീ നാളെ ഗൾഫ് ഒട്ടകം ഈന്തപ്പഴം കണ്ടിട്ടുണ്ടോ? നീ ഇല്ല. ഈന്തപ്പഴത്തിന്റെ കൊല കാണണ്ടേ? അയ്യോ പെട്രോളിന്റെ കിണർ കാണണ്ടേ? ഒരു 50,000 രൂപ തന്നാൽ കൊണ്ടുപോവാ. അയ്യോ എന്റെ പൊന്നു സാർ, 50,000 രൂപ എന്റെ ഇല്ല.
അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ 50,000 രൂപ തന്നാൽ എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. 50,000 രൂപ ഞാൻ തരണം അല്ലേ? പിന്നെ അല്ല കൊണ്ടുപോകല്ലേ ഞാൻ തരാ. 50,000 തരാനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. മോനെ തരാ, നീ വന്നേ. നിനക്ക് പാസ്പോർട്ട് സാധനങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ സാറത് നേരത്തെ ചോദിക്കുമെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് കൈ വെച്ചിരിക്കുകയല്ലേ. നീയാടാ ഗൾഫിൽ പോകാൻ പറ്റിയ മെടുക്കനെ. ഇതാണോ പാസ്പോർട്ട്? അതെ, ഇത് തന്നെയാണ് പാസ്പോർട്ട്. ഇത് തന്നെയാണല്ലോ പാസ്പോർട്ട്. എടാ മരക്കഴുത, നീയാണോ ഗൾഫിൽ പോകാൻ വേണ്ടി വന്നിരിക്കുന്നത്? അതെ. ഇതിന്റെ പേര് പാസ്പോർട്ട് എന്നല്ല, പിന്നെ ഇതാണ് റേഷൻ കാർഡ്. അത് സാറിന്റെ നാട്ടില്, എന്റെ നാട്ടിൽ ഇതിന് പാസ്പോർട്ട് എന്നാ പറയുന്നത്. എടാ ഇവന്റെ നാട് ഏതാ? അവനെ ഇവന് ഭ്രാന്തുണ്ടോ? എനിക്കറിയാമേ. അന്യൻ 50 കോടി മേടിച്ച് പെറിയ തപ്പ്. അതാ പറഞ്ഞത്, എവിടുന്നെങ്കിലും തപ്പിപ്പെറുക്കി എടുത്ത് ഒരു 50,000 തന്നാ കൊണ്ടുപോവാ. 5 പേര് 50 കോടി മേടിച്ചാൽ 20 കാശവും. അതുകൊണ്ട് നിനക്ക് മരണ ദണ്ഡന. നിന്നെ തന്നെ കൊണ്ടുപോകണം തീരുമാനിച്ചിട്ടില്ല, അപ്പാണ് 5 പേരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ഭ്രാന്ത. നിങ്ങളെ രണ്ടുപേരെ ഏതായാലും എനിക്കിനി ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ ഒരു ട്രിപ്പ് കൊണ്ടുപോകണം. എങ്ങോട്ട്? മെഡിക്കൽ കോളേജിലേക്ക്. എന്നാ എടുത്തോ.